സാക്ഷിയും ജനങ്ങളും ഒന്നിച്ച് പ്രതികരിച്ചപ്പോൾ വർഷങ്ങളായി വൃത്തിയാക്കാതെയിരുന്ന ചടയമംഗലത്തെ ഓട തുറന്ന് മാലിന്യങ്ങൾ മാറ്റുവാൻ PWD തയ്യാറായത് ചടയമംഗലം പോരേടം റോഡിലെ ഓട മാലിന്യങ്ങളെക്കുറിച്ച് വാർത്ത പൊതുസമൂഹത്തിലും അധികാരികളുടെ മുന്നിലും എത്തിച്ചത് സാക്ഷി TV ആണ്. അതിൽ ഫലം കാണുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ PWD രാത്രിയിൽ സ്വകാര്യ ആശുപത്രിയുടെ മുന്നിലെ ഓടയിലെ സ്ലാബ് മാറ്റാതെ അടുത്തുള്ള സ്ലാബുകൾ മാറ്റി വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ പരിസരവാസികളും പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ചേർന്നു അത് തടഞ്ഞു. ഇത് വാർത്തയാക്കി പൊതുസമൂഹത്തിൽ സാക്ഷി TV എത്തിച്ചപ്പോൾ ഇത് വിവാദ വാർത്തയാണെന്ന് വിലക്കുറച്ച് കാണുവാനാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചത്. പ്രതിഫലം വാങ്ങി വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകളെ പൊതുജനം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇവരുടെ തനി സ്വഭാവവും ഭാവവും മാധ്യമ പ്രവർത്തനവും ജനം വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. നാടിൻ്റെ വികസനത്തിന് ജനക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയോ പ്രസ്ഥാനങ്ങളെയോ വികൃതമായി കാണിക്കാൻ ഒരു ഘട്ടത്തിലും സാക്ഷി TV ശ്രമിച്ചിട്ടില്ല. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തുടർന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയില്ല. മുൻപും ഈ ആശുപത്രി മാനേജ്മെൻറ്റ് ചികിത്സയുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ അകപ്പെട്ടത് പൊതുജനം മറന്നിട്ടില്ല. സ്വകാര്യ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം ആശുപത്രികൾ എക്കാലവും നിലകൊണ്ടിട്ടുള്ളത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് ഇവർ നൽകിയിട്ടുള്ളത്? ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ പാവപ്പെട്ട എത്ര രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്? ഇതും പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഈ ആശുപത്രിക്കെതിരെ ഉയർന്ന ജനത്തിൻ്റെ പരാതിയിൽ സത്യമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ആശുപത്രി പരിസരത്ത് പുതുതായി നിർമ്മിച്ച പുതിയ സെപ്റ്റി ടാങ്കുകൾ? PWD ഓടയുടെ മുകളിൽ അനധികൃതമായി കെട്ടിപ്പൊക്കി സ്ലാബ് സ്ഥാപിച്ചത് ദുരൂഹതയല്ലേ? അനധികൃതമായി നിർമ്മാണം ആയതുകൊണ്ടല്ലേ ഇവ പൊളിച്ചു മാറ്റപ്പെടേണ്ടി വന്നത്? പ്രതിഫലം വാങ്ങി വാർത്തകൾ സൃഷ്ടിക്കുന്നവർ ഓർക്കുക, വ്യക്തമായ തെളിവിൻ്റെ ഈ അടിസ്ഥാനത്തിലാണ് സാക്ഷി TV വാർത്തകൾ തയ്യാറാക്കി പുറത്തുവിടുന്നത്. സാക്ഷി TVയുടെ വാർത്തകൾ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ഒരു ഘട്ടത്തിലും വാർത്തകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ല. മാധ്യമധർമ്മത്തെയും മാധ്യമ പ്രവർത്തനങ്ങളെയും കുറിച്ച് പറയുന്ന ഇത്തരം ഓൺലൈൻ ചാനൽ പ്രവർത്തകർ അവരുടെ തനി രൂപവും പ്രവർത്തനവും ജനം മനസ്സിലാക്കണം. എന്താണ് മാധ്യമധർമ്മം? എങ്ങനെ ആണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്? മാധ്യമപ്രവർത്തകൻ വാർത്തയ്ക്ക് നാണം കെട്ട് പണപ്പിരിവ് നടത്തുന്നതോ മാധ്യമപ്രവർത്തനം? രോഗത്തിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതോ മാധ്യമപ്രവർത്തനം? വൈകുന്നേരങ്ങളിൽ വാർത്തയ്ക്ക് പകരം മദ്യം എന്നതോ മാധ്യമപ്രവർത്തനം? വാവിട്ട് ചോദിച്ച് ആദരവ് വാങ്ങുന്നതോ മാധ്യമപ്രവർത്തനം? സാക്ഷിയെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. കാശ് വാങ്ങി കുഴലൂത്തിന് സാക്ഷിയെ കിട്ടില്ല. കാശും വാങ്ങി പോക്കറ്റിലിട്ട് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലത്. സാക്ഷി സുഖിപ്പിച്ച് വാർത്തകൾ കൊടുത്ത് ആളായതല്ല. ജനകീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയവും മതവും ജാതിയും പണവും നോക്കാതെ വാർത്തയാക്കാൻ സാക്ഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം ഉപജീവനമായി മാത്രം കാണുന്നവർ ആ വഴിക്ക് പോകുക. അല്ലാതെ കഴുത്തിൽ വള്ളിയും തൂക്കി നാട്ടുകാരൻ്റെ കാശും മദ്യവും വാങ്ങി കോമാളി വേഷം കെട്ടി സാക്ഷിയെ മാധ്യമധർമ്മം പഠിപ്പിക്കാൻ വരരുത്. അംഗൻവാടി ടീച്ചറുടെ പക്കൽ നിന്ന് പോലും വാർത്തയ്ക്ക് കാശ് ചോദിക്കുന്ന സംസ്കാരം സാക്ഷിക്കില്ല. സാക്ഷി എന്നും പക്ഷമില്ലാത്തവരുടെ പക്ഷത്തു നിന്ന് ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും.